ആ ക്യാപ്സ്യൂൾസ് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഫ്ലയറിനകത്തൂടെ ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച. നമ്മുടെ ക്യാപ്സ്യൂൾ എത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, നമ്മൾ സിംഗപ്പൂർ രാത്രി എന്ത് ചെയ്യാൻ പറ്റുക നോക്കിയ സമയത്ത് സിംഗപ്പൂർ രാത്രി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് സിംഗപ്പൂർ ഫ്ലയർ. സിംഗപ്പൂർ ഫ്ലയറിൻ്റെ മുകളിൽ കയറുക, സിംഗപ്പൂർ ഫ്ലയറിൻ്റെ മുകളിൽ നിന്ന് സ്വാതിക്കെടുത്ത് താഴെ ചാടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ആ കാണുന്നത് മുഴുവൻ സിംഗപ്പൂർ ഫ്ലയറിലുള്ള ഓരോ കൂടാരങ്ങളാണ്. അതിൻ്റെ ഒരു കൂടാരത്തിൻ്റെ എക്സാമ്പിളാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വെച്ച് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാ അവർ കല്യാണത്തിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോ ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും നമ്മൾ അതിൻ്റെ മേലെ കയറാൻ പോവാണ്. കറക്റ്റ്. അത് നമുക്ക് എയറിൽ നിന്ന് കാണാം. നമ്മൾ രണ്ടുപേരും കൂടെ രാത്രി സിംഗപ്പൂരിലെ തെരുവുകളിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു കൺട്രിയിൽ വരുന്ന സമയത്ത് ശരിക്കും രാത്രി ആ കൺട്രി എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ലൈറ്റിങ്ങും അവിടുത്തെ കൾച്ചറും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ കാണുന്ന ഫ്ലയറിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഹൈറ്റിലാണ് ഉള്ളത്. ശരിക്കും നല്ല അടിപൊളി ഹൈറ്റിലാണ് സാധനം ഉള്ളത്. അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഹൈറ്റിൽ നിന്ന് സിംഗപ്പൂർ മുഴുവൻ കാണാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് സിംഗപ്പൂർ ഫ്ലയർ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പോകുന്നു. ഇത് രാവിലെ 10 തൊട്ട് രാത്രി 10 മണി വരെ ഉള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. നമ്മൾ 10 മണിക്കുള്ളത് ഒരു അരമണിക്കൂർ പരിപാടിയാന്ന് തോന്നുന്നു. 10 മണിക്കുള്ളിൽ നമ്മളിത് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുന്നു. ആ ക്യാപ്സ്യൂൾസ് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. നിങ്ങളിത് ഈ ഒരു ക്യാപ്സ്യൂളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആ ബിൽഡിങ്ങിനോട് അടുത്ത് വരുന്നത് കാണാം. അത്രയും സ്ലോ ആയിട്ടാണ് ഇത് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് കയറാൻ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നോക്കാം. കറക്റ്റ്. ഇനിയിപ്പോൾ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ അതിനകത്ത് കയറുമ്പോഴുള്ള സ്പീഡ് നമ്മൾ ദൂരത്തുനിന്ന് ഇത്രയും ദൂരത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. നോക്കാം നമുക്ക് അതിനകത്ത് കയറിയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് അതിനകത്തുനിന്ന് പറയാം. നമ്മൾ ഫ്ലയറിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂവിൽ പോവുകയാണ്. പക്ഷേ മുമ്പിൽ ആരുമില്ല. ഈ സമയമായതുകൊണ്ട് തോന്നുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാ പാസ് കാണിക്കില്ലേ, ക്ലൂക്കിൽ ബുക്ക് ചെയ്ത പാസ് സ്വാതി കാണിക്കുന്നുണ്ട്. അത് ഒന്ന് സ്കാൻ ചെയ്തു, രണ്ടാമത്തെ സ്കാൻ ചെയ്തു. താങ്ക് യു. ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ടെല്ലിംഗ് പരിപാടിയുണ്ട്. ആദ്യം അതിനകത്തേക്ക് കയറുകയാണ്. സിംഗപ്പൂരിൻ്റെ ഹിസ്റ്ററി പറയുന്ന ഒരു റോബോട്ടാണ് R65 റോബോട്ട്. ഇങ്ങനെ ആരോ കാണിച്ച് നമ്മളെ ഓരോ വഴിക്ക് ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കാട്ടിനകത്തെത്തി. സിംഹം. നമ്മളിങ്ങനെ ഓരോ ഇലയിലും ജസ്റ്റ് ഇങ്ങനെ തൊട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ ആ ഇലയിൽ ഓരോ സെഞ്ച്വറിയിലുണ്ടായ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കാൻ പറ്റും. മരത്തിൻ്റെ മുകളിൽ ഓരോ സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഓരോ ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ കഴിയും. നമ്മൾ ഫ്ലയറിനകത്തൂടെ ഇങ്ങനെ പോവുകയാണ്. ശരിക്കും അടിയിലൂടെ ഇങ്ങനെ വെള്ളം പോകുന്നത് ശരിക്കും നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീല്. മീനിനെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മീനിനെയൊക്കെ കണ്ടുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. കറക്റ്റ്. ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് എങ്ങനെ ഡെവലപ്പായി എന്നുള്ളതാ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഏർലി ഇമിഗ്രേഷൻ ആരൊക്കെയായിരുന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹിസ്റ്ററി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ റോബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ വയറൊക്കെ എടുത്ത് എല്ലാം കൂടെ കുത്തി ഒരു 3D രീതിയിൽ വന്നിട്ടുണ്ട്. സിംഗപ്പൂരിൻ്റെ ഒരു ഹിസ്റ്ററിയും സിംഗപ്പൂരിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ. അതിന് ശേഷം നമ്മളിതാ
ടൈം ക്യാപ്സ്യൂളിലേക്ക് പോവാണ്. ടൈം ക്യാപ്സ്യൂളാണ് നമ്മുടെ ആ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ കണ്ടത്. അതിനകത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്, നമ്മൾ രണ്ടുപേരും കൂടെ. ഓരോ ലെവലിലും നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കലഡോസ്കോപ്പ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച. ശരിക്കും സീലിംഗിൽ തന്നെ നല്ലൊരു കലഡോസ്കോപ്പ്. ഹായ്, നമ്മൾ അടുത്ത് പോകുന്നത് ടെലിപോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. എല്ലാം ഇവിടെ ഡിജിറ്റൽ സ്ക്രീൻസ് കൊണ്ടുള്ള ഭയങ്കര ഒരു 5 കളിയാണ്. ശരിക്കും ഒരു ഫൺ വേ ടു നോ ഹിസ്റ്ററി അല്ലേ? ശരിക്കും കറക്റ്റ്. നല്ല രീതിയിലൊരു എൻജോയ് ചെയ്ത് നമുക്ക് ഹിസ്റ്ററി. സത്യം. ഇതാ ഇവിടെ എൻകാപ്സുലേറ്റഡ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. എൻകാപ്സുലേറ്റഡ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട്. ലെറ്റ്സ് ഗോ. റീടേക്ക് ആണോ അതോ ഡൺ ആണോ? നമ്മുടെ ഒരു ഫോട്ടോ ഒരു മെമ്മറി ഓർബിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഡൺ എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടങ്ങളുടെ ഇടയിൽ നമ്മളെ ഫോട്ടോ എത്തി. മെമ്മറി ഓർബ്. അങ്ങനെ നമ്മളും സിംഗപ്പൂരിലെ മെമ്മറി ഓർബിൽ കയറിയിരിക്കുന്നു ഗായ്സ്. നമ്മളങ്ങനെ സിംഗപ്പൂർ ഫ്ലൈയറിൻ്റെ അങ്ങോട്ട് കയറി പോവാണ്. ശരിക്കും ആ ലൈറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ പരിപാടികൾ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ശരിക്കും ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഇങ്ങനെയൊക്കെ വേണം പഠിപ്പിക്കാൻ അല്ലേ? ഒരു കൺട്രീൻ്റെ ഹിസ്റ്ററി ഒക്കെ പഠിപ്പിക്കാൻ നമ്മുടെ സ്കൂളിലൊക്കെ പണ്ട് ബുക്ക് വായിച്ച് പഠിപ്പിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് രസമാണ്. കുറച്ച് ആനിമേറ്റഡ് ആയിട്ട് കറക്റ്റ് നല്ല രസമായിട്ട് ഫണ്ണായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുൾ അതിൻ്റെ മുകളിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. കറക്റ്റ്. നമുക്ക് ഈ ക്യാപ്സ്യൂളിനകത്ത് കയറാനാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഓടുന്നു. സിംഗപ്പൂർ ഫ്ലൈയറിൻ്റെ ക്യാപ്സ്യൂളിലേക്കുള്ള വഴിയാണിത് ഫുൾ. അതും നല്ല ഭംഗിയായിട്ട് ഇലിമിനേറ്റ് ചെയ്തിട്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. ഏഷ്യാസ് ടോളസ്റ്റ് ആണ് സിംഗപ്പൂർ ഫ്ലൈയർ എന്നാണ് അവർ പറയുന്നത്. ഫസ്റ്റ് ഇൻ ദ വേൾഡ് ലണ്ടൻ ഐ, അത് കഴിഞ്ഞ് സിംഗപ്പൂർ ഫ്ലൈയർ, പിന്നെ ഹൈ റോളർ. വേൾഡ്സ് ടോളസ്റ്റ് ഹൈ റോളറാണ് പറയുന്നത്. ക്യാപ്സ്യൂളിൽ കയറാൻ വേണ്ടി നമ്മളിങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ശരിക്കും നമ്മൾ ഫ്ലൈറ്റൊക്കെ കയറാൻ പോകുമ്പോഴുള്ള ആ ഒരു സ്ഥാനത്തിൻ്റെ അടുത്തൂടെ നമ്മുടെ ക്യാപ്സ്യൂൾ എത്തിയിട്ടുണ്ട്. ക്യാപ്സ്യൂളിൽ കയറാനുള്ള ക്യൂ ആണ് നിങ്ങളീ കാണുന്നത്. വളരെ ചെറിയൊരു ക്യൂവേ ഉള്ളൂ. ഇത് താഴെ നിന്നൊക്കെ കണ്ടപ്പോൾ വളരെ ചെറുതായി തോന്നിയായിരുന്നു. പക്ഷേ തൊട്ടടുത്ത് വന്നപ്പോൾ ഓരോ ഇരുമ്പിൻ്റെ റോഡ് പോലും ഭയങ്കര ഇങ്ങനെ കട്ടി റോഡും അത്രയും ഹെവി സാധനമാണ്. വളരെ സ്ലോ മൂവിങ് ആണ്. ഇതിനകത്ത് നോർമൽ സീറ്റിംഗ് മാത്രമല്ലാണ്ട് ഡിന്നർ സെറ്റപ്പും ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം ഡിന്നറിൻ്റെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സിംഗപ്പൂർ ഫ്ലൈയറിനകത്ത് ഡിന്നർ ഉണ്ടോ എന്നുള്ളതൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളിതാ കയറാൻ പോകുന്നു. നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫ്ലൈയറിനകത്ത് കയറിയിരിക്കുകയാണ്. ഫ്ലൈയറിനകത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. ഒരു ടി വി, ആ ടി വിയിൽ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. കറൻറ്റ് ഹൈറ്റ് 15 മീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ട് യുവർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടാബ്ലറ്റിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചുറ്റും കാണുന്നത്, ഏതൊക്കെയാണ് ആ ബിൽഡിങ്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റും എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. ഈ ഒരു ക്യാപ്സ്യൂള് ഏകദേശം ഒരു ബസ്സിൻ്റെ സൈസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഏഷ്യാസ് ലാർജസ്റ്റ് ജൈൻറ്റ് വീലാണ്. വേൾഡ്സ് ലാർജസ്റ്റിനേക്കാളും ജസ്റ്റ് 3 മീറ്റർ മാത്രമാണ് താഴത്തേക്കുള്ളത്. നമ്മൾ കുറച്ച് സിറ്റീൻ്റെ ഭാഗം ഇങ്ങനെ കണ്ടു തുടങ്ങി. ഹൈറ്റ് ഇങ്ങനെ കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു മഴയൊക്കെ പെയ്തതിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തുള്ളികൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. നമ്മുടെ ഗാർഡൻസ് ബൈ ദ ബേൻ്റെ ഡോമൊക്കെ അവിടെ കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റേ ഗാർഡൻസ് ബൈ ദ ബേൻ്റെ മറ്റേ മരങ്ങൾ, മറ്റേ മാംഗ്രോവ് ട്രീസ് അവിടെ ദൂരെ ഇങ്ങനെ കാണാം. ശരിക്കും ഇതിനകത്ത് ഫുള്ള് ഇങ്ങനെ നടക്കാനുള്ളൊരു സ്ഥലമുണ്ട് പ്രോപ്പറായിട്ട്. ഞാനിപ്പോൾ കാണിക്കുകയാണെങ്കിൽ സ്വാതി നല്ല സുഖമായിട്ട് നടക്കുന്നതാണല്ലോ. ശരിക്കും ഒരു ബസ്സിനകത്തൊക്കെ നടക്കുന്ന പോലത്തെ സുഖമായിട്ട് മൂവ്മെൻറ്റ് ഒട്ടും അറിയാണ്ട് ചുറ്റും നടന്ന് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ പറ്റും. സ്വാതി അപ്പുറത്തെ സൈഡിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നു. നമ്മളിതിനകത്ത് ഈവനിങ് വാക്കിന് വന്ന പോലെ ഇങ്ങനെ നടന്ന് കളിക്കുകയാണ്. അല്ലാതെ വേറെ ആൾക്കാരുണ്ടെങ്കിലും നമുക്കങ്ങനെ ഒരു എന്താ പറയുക
പ്രൈവസീൻ്റെ പ്രശ്നമൊന്നുമില്ല. അതെ, അവരവരുടെ പാട്ടിന് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയും ഒരു മാക്സിമം 6 ആൾക്കാരെ കയറ്റുന്നുള്ളൂ. കറക്റ്റ് 6 ആൾക്കാരെ കയറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട്. നമ്മൾ താഴെ കാണുന്ന ബിൽഡിങ്ങുകളിലൊക്കെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചുറ്റും കുറേ വലിയ വലിയ പാലങ്ങളും മൾട്ടി ലെവൽ പാലങ്ങളും എല്ലാം ചെറിയ ചെറിയ കാഴ്ചകളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെ കേട്ടോ. നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് എല്ലാ കാര്യവും താഴത്തേക്ക് ഇങ്ങനെ നോക്കി കാണുന്ന സമയത്ത് എല്ലാം ചെറുതാണ്, എന്ത് ചെറുതാണ് ലോകം തോന്നിപ്പോകുന്നൊരു കാഴ്ച. നമ്മളങ്ങനെ ഏകദേശം ഏറ്റവും ഹൈറ്റുള്ള പോയിന്റിലെത്തി നിൽക്കാൻ പോവുകയാണ്. ഈ ഒരു കാണുന്ന ക്യാപ്സ്യൂളാണ് ഇപ്പോൾ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഹൈറ്റ് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് 157ലാണ്. 165 ആണ് ഏറ്റവും ഹൈറ്റ് ഇതിൻ്റെ. നമുക്ക് ജസ്റ്റ് ഇനി 7 മീറ്ററും കൂടെ മാത്രം. നമ്മളങ്ങനെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെത്തിയിരിക്കുകയാണ്. 165 മീറ്റേഴ്സിൽ ഉള്ള കാഴ്ചകൾ ഞാൻ നോക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. മാംഗ്രൂവ് ട്രീസൊക്കെ താഴെ മറ്റേ ചെറിയ ചെറിയ മരങ്ങളെ പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ആപ്പിളിൻ്റെ സ്റ്റോറൊക്കെ അവിടെ ചെറിയൊരു കുഞ്ഞു ഗ്ലോബ് പോലെ കാണുന്നുണ്ട്. അതൊക്കെ അത്രയും വലിയ സ്റ്റോറായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഹൈറ്റ് നോക്കുന്ന സമയത്ത് എല്ലാം അല്ലേ ചെറിയ ചെറിയ കാഴ്ചകളെ പോലെ ഉള്ളൂ. ശരിക്കും ഇതിങ്ങനെ കറങ്ങി വരുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടി കാണാൻ പറ്റുന്നത്. എല്ലാ മെയിൻ സാധനങ്ങളും നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അവിടെ എസ്പെനേഡ്, ഇവിടെ ആർട്ട് ആൻഡ് സയൻസ് മ്യൂസിയം, ഇവിടെ മറീന ബേ സാൻഡ്സ്, അതിൻ്റെ താഴെ MBS മോള്, ഇതെല്ലാം ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നേരെ ആപ്പിളിൻ്റെ സ്റ്റോറ്. ഇപ്പം അവിടെ കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ മറ്റേ വാട്ടർ ഷോയും നടക്കും, സ്പെക്ട്ര വാട്ടർ ആൻഡ് ലൈറ്റ് ഷോ. അതും ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അതായിരുന്നു സിംഗപ്പൂർ ഫ്ലൈയർ. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ്. സത്യം ഭയങ്കര രസമായിരുന്നു എക്സ്പീരിയൻസ്. അതിൻ്റെ മുകളിൽ നിന്ന് അത്രയും ഹൈറ്റിൽ നിന്ന് താഴത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾ വലിയ വലിയ ബിൽഡിങ്ങുകളായിട്ട് കണ്ട സാധനങ്ങളെല്ലാം ചെറുതായിട്ട് കാണുമ്പോഴുള്ളൊരു ബ്യൂട്ടി, അത് ഭയങ്കര രസമായിരുന്നു. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. അതും രാത്രിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ലൈറ്റിങ്ങും ആ കളേഴ്സും എല്ലാം കൂടെ അല്ലേ ഒരു എക്സ്ട്രാ ഇമ്പാക്റ്റ് ആയിരുന്നു. വേറെ ഒന്നും പേടിക്കാനോ ഒന്നുമില്ല. വളരെ സോഫ്റ്റായി എത്തുന്നൊന്നും അറിയില്ല, ഒന്നുമില്ല. സത്യം നമ്മൾ ആ TV-യിലും കണ്ട് നമ്മൾ ഏകദേശം ഹൈറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് മനസ്സിലായി അത്രയും ഹൈറ്റിലെത്തിയാണ്. അല്ലാണ്ട് വേറെ ഒന്നും പേടിക്കാനില്ല. കംഫർട്ടബിൾ ആയിട്ട് വരിക, കയറുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ മറ്റ് വീഡിയോകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ.